റെഡി? അപ്പൊ കൂടെ ഫ്രണ്ട് കൂടെ വന്നിട്ടുണ്ട്. ഒന്ന് നോക്കി എല്ലാരും നോക്കി. നമുക്ക് അറിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ നോക്കി നോക്ക്. നോക്കി നോക്കിയാ നമുക്ക് അറിയുന്ന ആരാ ഉള്ളേ? ആരാ ഉള്ളേ? അന്നേനെ അറിയാന്നാ പറയുന്നേ. അത് ശരി. പിന്നെ വേറെ ആരെയും അറിയുന്നേ? കെവിൻ ആരാ? കെവിൻ? ഓ, കെവിനെ അറിയാന്നാ പറയുന്നേ. ഓ അത് ശരി. ഓ ഓക്കെ. പിന്നെ വേറെ ആരെയും അറിയണേ? പിന്നെ വേറെ ആരെയും അറിയുന്നേ? അറിയാന്ന് പറയുന്നേ. അത് ശരി. പിന്നെ ആരോനെ അറിയാന്ന്? എത്ര ആളുകളെ ഇവരേക്ക് അറിയോ? അറിയാന്ന് പറയുന്നേ. ഓക്കെ. അപ്പൊ നിന്റെ പേരെന്ത്? നിന്റെ പേരറിയോ നിങ്ങൾക്ക്? ഇല്ല. എന്താ പേര്? നിന്റെ പേര്? മകളുടെ പേരെന്താ? എന്താ പേര്? എന്താ? ആ ഓക്കെ ഓക്കെ ഓക്കെ, നല്ല പേരാണ്. ശരി. അപ്പൊ നിന്റെ പേരെന്ന് പറഞ്ഞേ. നിന്റെ പേര്? നിന്റെ പേരെന്താ? ഇപ്പോഴുള്ള പേരെന്താ? കേട്ടോ? ആ അങ്ങനെയാണോ? ആണോ? ഓ അത് ശരി. ഓക്കെ ഓക്കെ, വെരി ഗുഡ് പേരാണ്. ശരി. അപ്പൊ നിന്റെ പേര് പറഞ്ഞേ. നിന്റെ പേര്? നിന്റെ പേര്? നിന്റെ പേരെന്താ? ടിങ്കൂന്നാണ്. എല്ലാരും ടിങ്കൂന്ന് ഉറക്കെ വിളിക്കോ. ടിങ്കൂന്ന് വിളിച്ചേ. നല്ല ശബ്ദത്തിൽ വിളിച്ചേ ടിങ്കൂന്ന്. ഓക്കെ. അപ്പൊ ടിങ്കു എന്റെ കൂടെയായിട്ട് ഒരുപാട് നാളായി. ടിങ്കു പല സൺഡേ സ്കൂൾ ആനിവേഴ്സറിക്കും സ്കൂളിലൊക്കെ പോകാറുണ്ട്. ഇവര് പാട്ടുകളൊക്കെ അറിയാം, നല്ല പാട്ടുകൾ. എങ്ങനെ പാട്ട് പാടുവോ? 1 2 3 പറഞ്ഞ പാടാന്ന് പറയുന്നത്. റെഡി? 1 നീ പറഞ്ഞു 1 2 3 ഞാൻ പറഞ്ഞോളെ. റെഡി? 1 പറഞ്ഞ മനസ്സിലായില്ലേ? റെഡി? 1 തെറ്റിക്കലടാ. 3 എന്ന് പറഞ്ഞില്ലേ? മനസ്സിലായോ? 1 2 3 നാങ്ങള് പറയും. ഇന്നത്തെ പാട്ട് വേണം. റെഡി? 1 2 3 പാടി പാടി. അപ്പൊ നല്ലൊരു കൈ അടിച്ചേ പാട്ടൊക്കെ പാടിയത്. ബൈബിളിലെ വാക്യൊക്കെ അറിയാമോ? വാക്യൊക്കെ അറിയാമോ? ഓക്കെ. മൊബൈലിന്റെ വാക്യൊക്കെ പറയാൻ പോവാണ്. അപ്പം വാക്യം പറഞ്ഞേ. അതിപ്പോ എല്ലാവർക്കും അറിയുന്ന വാക്യല്ലേ അല്ലേ? എല്ലാവർക്കും അറിയത്തില്ലേ? ആ എന്നാ പിന്നെ വേറെ ഏത് വാക്യ? ഓ, അതും അവന്റെ ഇഷ്ടപ്രകാരാ പറഞ്ഞത്. അതും എല്ലാവർക്കും അറിയാം അല്ലേ? ആ പിന്നെ ഏത് വാക്യം അറിയുന്നേ? ആ പാപത്തിന്റെ. ഇല്ല നീ പറ. ശമ്പളം. ഓ സോറി. ശമ്പളം പേടിയാന്ന് പറയാം. നിങ്ങൾക്ക് പേടിയുണ്ടോ? പാപത്തിന്റെ ശമ്പളം. ബാക്കി അറിയോ? ഞാൻ പറഞ്ഞോളാം. ഞാനും പറയാൻ പാടില്ലേ? ഞാൻ പറയട്ടെ നമുക്ക്. ഞാനല്ലേ പറയുന്നേ, പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ? എല്ലാവർക്കും ഇതാ അല്ലേ? പാപത്തിന്റെ ശമ്പളം. ബാക്കി പറയാൻ പേടിയാ. ആ വാക്ക് പേടിയാ, പലർക്കും പേടിയാ. പക്ഷേ അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്നാൽ അടുത്ത എന്താ? എന്താ? ക്രിസ്തുയേശുവിൽ നിത്യജീവൻ തന്നെ. എന്താ കിട്ടുന്നത്? നിത്യജീവൻ അല്ലേ? ആ നിത്യജീവൻ കിട്ടിയവർക്ക് മരണത്തെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. ടിങ്കുവിന് പേടിയാ. പക്ഷേ മനുഷ്യരായ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. എന്താ കാരണം എന്നറിയാമോ? കർത്താവായ യേശുക്രിസ്തുവിലൂടെ കിട്ടുന്ന ആ സമ്മാനം, ആ ഗിഫ്റ്റ് നിത്യജീവനാണ്. അത് കൈവശമാക്കിയവർക്ക് എന്ത് ചെയ്യണ്ട? മരണത്തെ പേടിക്കേണ്ട കാര്യം ഉണ്ടോ? ഇല്ല. ഓക്കെ. അപ്പൊ ടിങ്കു, നീ വന്നതിലൊക്കെ സന്തോഷമുണ്ട്. എനിക്ക് ഇച്ചിരി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ
നീ ഒന്ന് പോവോ? വേണ്ടെന്നാ പറയുന്നേ. ഞാൻ എന്നെ ഇവിടെ നിർത്തട്ടെ? നിർത്തട്ടെ? ആരുടെ കൂടിയാ പോകുന്നേ? എന്നയുടെ കൂടെ പോകുന്നു. എന്നയുടെ കൂടെ പോണ്ടോ? എന്നയുടെ കൂടെ പോവാന്ന് വരാൻ വെടിയുണ്ടോ? നീ പൊക്കോ, നീ പൊക്കോ. എന്നയുടെ കൂടെ പോവാന്ന് വാ. അപ്പം ഇതൊക്കെ കൊടുക്കോ? ഭക്ഷണം കൊടുക്കോ? ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കണം. പേടിയാണോ? എന്നാ ഇല്ലാന്നാണ്. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്തു, ഒരു കൈ കൊണ്ട് ഓക്കെ. അപ്പൊ ഹന്നേന്റെ കൂടെ പോകാൻ തീരുമാനിച്ചത്. പക്ഷെ ഹന്നയ്ക്ക് വേണ്ട, പേടിയാണോ? ഓക്കെ, അപ്പൊ എല്ലാവരോട് ടാറ്റയ്ക്ക് പറഞ്ഞു. എന്റെ അല്ലാന്ന് പറയുമ്പോ പുറക്കെ നിങ്ങളെ ടാറ്റാന്ന് പറയണേ. പറഞ്ഞേ വിടാം. അപ്പൊ നമ്മുടെ ഫ്രണ്ട് വന്നു, ധാരാളം വേറെ പ്രോഗ്രാം കണ്ടു. ഇഷ്ടമായ പ്രോഗ്രാം ഒക്കെ ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ്? ദൈവത്തിന് മുമ്പിൽ നമ്മളെല്ലാവരും ആരാണ്? തുല്യരാണ്. രണ്ടാമത് നമ്മൾ പഠിച്ചു ദൈവമാണ് നമ്മളെ എന്ത് ചെയ്തത്? സൃഷ്ടിച്ചത്. പിന്നെ വേറൊരു മാജിക്കിലൂടെ നമ്മൾ കണ്ടു ഈ ദൈവം നമ്മളെ എല്ലാം എന്ത് ചെയ്യുന്നു? അറിയുന്നവനാണ്. നമ്മുടെ പേരറിയാം, നമ്മുടെ എല്ലാ അവസ്ഥകളെയും ആർക്കറിയാം? ദൈവത്തിന് അറിയാം, അല്ലേ? രണ്ട്, നമ്മൾ പഠിച്ചു, ടിങ്കു വന്നപ്പോൾ പറഞ്ഞു പാപത്തെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക്? ഇല്ല. പാപം ചെയ്ത് അന്ന് പോയ മനുഷ്യനെ രക്ഷിക്കുവാൻ യേശു കർത്താവ് വന്നു. യേശു കർത്താവ് വിശ്വസിച്ചാൽ പാപത്തിൽ നിന്ന് എന്ത് ചെയ്യും? പൂർണ്ണമായ വിടുതൽ നമുക്ക് കിട്ടും. അപ്പം ഇവിടെ യേശു കർത്താവിൽ വിശ്വസിക്കാത്ത കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങളുടെ വീട്ടിൽ ചെന്ന് നിങ്ങളുടെ അച്ഛനോട് അല്ലെങ്കിൽ പപ്പയോട് മമ്മയോട് പറയണം, യേശു കർത്താവിൽ എനിക്ക് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഓക്കെ, അപ്പൊ അവരെന്ത് ചെയ്യും? നിങ്ങൾ ഇനി പപ്പയോട് മമ്മയോട് പറയാൻ മടിയാണെങ്കിൽ നമ്മുടെ തങ്കച്ചൻ ഞങ്ങൾ ഇവിടെ ഉണ്ട് അല്ലെ, ഞങ്ങളുടെ അടുത്ത് പറയാൻ കുഴപ്പമുണ്ടോ? ഇല്ല, ഞങ്ങള് നിങ്ങളെ അതില് സഹായിക്കും. ഓക്കെ, അപ്പൊ ഇനി ഞാനൊരു കൊച്ചു കഥ പറയാൻ വേണ്ടി പോവാണ്. അപ്പൊ കഥ കേൾക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയല്ലേ? റെഡിയല്ലേ? ഒരു സ്ഥലത്ത്, ഒരു ഗ്രാമത്തിൽ നല്ല ഒരു പാട്ടുകാരനുണ്ടായിരുന്നു. ഇവിടെ ഞാൻ വന്നപ്പോൾ നല്ല പാട്ടുകാരെ പലരെ ഞാൻ കണ്ടു, നല്ല പാട്ടൊക്കെ പാടിയ പലരെ ഞാൻ കണ്ടു. അതുപോലെ നന്നായി പാട്ട് പാടാൻ കഴിവുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അവന് അമ്മ മാത്രമേ ഉള്ളൂ. ആര് മാത്രമേ ഉള്ളൂ? അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ മരിച്ചുപോയി. അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് കുഞ്ഞിനെ വളർത്തിയത്. അങ്ങനെ അവൻ +2 കഴിഞ്ഞു. അപ്പൊ അവന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, ഒരു സംഗീത കോളേജിൽ പോയിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം, പാട്ടിനെ കുറിച്ച് പഠിക്കണം. അല്ലേ? നമ്മുടെ എറണാകുളത്തൊക്കെ ഒരുപാട് സംഗീത കോളേജൊക്കെ ഇല്ലേ? ഇല്ലേ? റെഡി. അപ്പൊ പാട്ട് പഠിക്കാൻ വേണ്ടി അവൻ ആഗ്രഹമുണ്ട്. പക്ഷെ അമ്മയ്ക്ക് അതിനുള്ള പൈസയൊന്നും ഇല്ല. അതാവുന്ന അടുത്തുള്ളവരൊക്കെ ഇവര് അറിഞ്ഞു, മോനെ +2 കഴിഞ്ഞിട്ട് എന്തിനാ വിടുന്നത്? പറഞ്ഞു അവന് സംഗീത കോളേജിൽ പോകണമെന്ന് ആഗ്രഹം, പക്ഷെ പൈസയൊന്നും ഇല്ല, എന്താ ചെയ്യാ? അപ്പൊ ആ നാട്ടിലെ ആളുകൾ എല്ലാരും കൂടി തീരുമാനിച്ചു, നമുക്ക് കുറച്ച് പൈസയൊക്കെ കളക്ട് ചെയ്തിട്ട് ഇവനെ എന്ത് ചെയ്യാം? സംഗീത കോളേജിലേക്ക് വിടാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇവരെല്ലാരും കൂടെ വന്നു. ഇവരോട് പറഞ്ഞു, മോനെ ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടുക? അങ്ങനെ അഡ്മിഷൻ കിട്ടി. ഈ ഗ്രാമം മുഴുവൻ പണം ചെലവഴിച്ച് ഇവനെ എന്ത് ചെയ്തു? പഠിപ്പിക്കാൻ പറ്റും. അങ്ങനെ 1 വർഷം, 2 വർഷം, 3 വർഷം കഴിഞ്ഞു. അപ്പൊ പഠനത്തിന് അതാത് സമയത്ത് എന്ത് ചെയ്തു? ഫീസൊക്കെ അടയ്ക്കാനും അവന്റെ ആവശ്യങ്ങളൊക്കെ ഗ്രാമത്തിലെ ആളുകളാണ് പണം ചെലവഴിച്ചത്. അപ്പൊ ഇവന്റെ ഗുരുവിനോട് പറഞ്ഞു, എന്റെ ഗ്രാമമാണ് എന്നെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഗുരുവിന് വളരെ ഇഷ്ടമായി ഈ ഗ്രാമത്തിലുള്ള ആളുകളെ കാണാനൊക്കെ ആയിട്ട്. അങ്ങനെ പഠനം കഴിഞ്ഞ് അമ്മയോട് പറഞ്ഞു, അമ്മേ എന്റെ പഠനം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരികയാണ്, എന്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പം ഉടനെ അമ്മ അവിടെയുള്ള ആളുകളോട് പറഞ്ഞു, നിങ്ങൾ പഠിപ്പിച്ച എന്റെ മകൻ പഠനം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അപ്പൊ ആളുകൾക്ക് വളരെ ഇഷ്ടമായി. പാട്ടൊക്കെ പഠിച്ചു വന്ന മകന്റെ പാട്ട് കേൾക്കണം, കച്ചേരി നമുക്ക് നടത്തണം. അവന് വലിയൊരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു. അങ്ങനെ ഈ കച്ചേരിക്ക് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്തു.
ഈ മകനെ ക്ഷണിച്ചു. അപ്പൊ അവന്റെ അധ്യാപകരോട് പറഞ്ഞു, ഗുരുവിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? എന്റെ ഗ്രാമം എന്നെ വെൽക്കം ചെയ്യുന്നത് എനിക്ക് വേണ്ടി വലിയൊരു സ്റ്റേജ് ഒരുക്കുകയാണ്, വേദി ഒരുക്കുകയാണ്. അവിടെ ഞാൻ പോയി അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? പാട്ടുകൾ പാടണം. അപ്പൊ ഗുരു പറഞ്ഞു, എന്നാ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? നിന്റെ കൂടെ വരാൻ പോവാ. നിന്റെ നാട്ടുകാരെയൊക്കെ എനിക്ക് കാണാം. നിന്നെ ഇത്ര നാളും ഞാൻ പഠിപ്പിച്ചു, നിന്റെ പാട്ടും എനിക്ക് കേൾക്കാം. അങ്ങനെ ഈ പറഞ്ഞ ദിവസം വേദി ഒരുങ്ങി. അനേകം ഗ്രാമത്തിലെ ആളുകൾ അവിടെ വന്നു, അവരെ പഠിപ്പിച്ച മകന്റെ പാട്ട് കേൾക്കാൻ വേണ്ടി. അങ്ങനെ ആ മകനോട് ചെന്ന് പാട്ടുകൾ പാടുവാനായിട്ട് ആരംഭിച്ചു. ഓരോ പാട്ടുകൾ കഴിയുമ്പോഴും ആളുകൾ എന്ത് ചെയ്തു? കൈയടിച്ചു. ഇവിടെ നമ്മൾ പാട്ടൊക്കെ കേട്ടപ്പോൾ കൈയടിച്ചില്ലേ? അല്ലേ? നമ്മുടെ ഞങ്ങളൊക്കെ പാട്ടൊക്കെ പാടിയപ്പോൾ നല്ല കൈയടി കൊടുത്തു അല്ലേ? എടുത്തില്ലേ? അപ്പൊ ഓരോരുത്തരും നിങ്ങൾ പ്രോഗ്രാം ചെയ്തപ്പോൾ ഒരു കൈയടിച്ചില്ലേ? അപ്പൊ ഈ കുട്ടി പാട്ട് പാടി. ഓരോ പാട്ട് കഴിയുമ്പോഴും ഗ്രാമത്തിലെ ആളുകൾക്ക് വളരെ സന്തോഷമായി. എത്ര നന്നായിട്ടാണ് പാടുന്നത്, സംഗതിയൊക്കെ ഉണ്ട്, ശ്രുതിയൊക്കെ ഉണ്ട് അല്ലേ? നമുക്കതൊന്നും അറിയത്തില്ലായിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാം നന്നായിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികൾ ഓരോരുത്തരും കൈയടിച്ചു. ആ ഗ്രാമത്തിലെ ആളുകളൊക്കെ കൈയടിച്ചു. പക്ഷേ അമ്മ ശ്രദ്ധിച്ചപ്പം ഈ കുട്ടി ഓരോ പാട്ട് കഴിയുമ്പോൾ അവന്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല. വലിയ സന്തോഷമൊന്നും ഇല്ല. അങ്ങനെ പാട്ടുകളെല്ലാം കഴിഞ്ഞപ്പോ അമ്മ ഓടി അവന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നിന്റെ പാട്ട് കേട്ട് ഈ ഗ്രാമത്തിലെ ആളുകളെല്ലാം കൈയടിച്ചത് നീ കണ്ടില്ലേ? പിന്നെ എന്താ നിന്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത്, സന്തോഷമില്ലാതിരിക്കുന്നത്? അപ്പൊ അവൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്താ പറഞ്ഞെന്നറിയാം? എന്റെ പാട്ട് കേട്ടവരെല്ലാം കൈയടിച്ചു, അവർക്ക് വളരെ സന്തോഷമുണ്ട്, അതെല്ലാം എനിക്ക് കേൾക്കാം, എനിക്കത് കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ ഓരോ പാട്ട് കഴിയുമ്പോഴും ഞാൻ എന്നെ സംഗീതം പഠിപ്പിച്ച് ഗുരുവിന്റെ മുഖത്തേക്ക് നോക്കും. ഒരു പാട്ടിൽ പോലും എൻ്റെ ഗുരു പ്രസാദിച്ചു. എന്താണ് പറഞ്ഞത്? എൻ്റെ ഗുരു, ഞാൻ പാടിയ പാട്ടുകളെല്ലാം ആളുകൾ, പാട്ടറിയാത്ത ആളുകൾ ഞാൻ ചെയ്ത ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്തു? കൈയടിച്ചു. പക്ഷേ പാട്ടറിയുന്ന ആൾ എന്ത് ചെയ്തില്ല? പ്രസാദിച്ചു. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ യേശു കർത്താവിന് വേണ്ടി പാടുന്നു, യേശു കർത്താവിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നു. മാതാപിതാക്കൾ ഇവിടെയുണ്ട്. നാം അനേക കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ ചെയ്യുന്ന കാര്യങ്ങളിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? ദൈവം പ്രസാദിക്കണമെങ്കിൽ എന്ത് നാം ചെയ്യണം? തിരുവചനത്തിൽ നിന്നും ഒരു സന്ദർഭത്തെ, ഒരു ഉപമയെ മാത്രം എടുത്ത് അതിൽ നിന്നും ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 14-15 വേദഭാഗങ്ങൾ. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ആർക്ക് പറയാം? 25-ാം അധ്യായം 14-15 വേദഭാഗങ്ങളിൽ എന്തല്ല? താലന്തുകളുടെ കഥയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ താലന്ത് എത്ര വീതാ കൊടുത്തത്? ഒന്ന് വായിച്ച്. എത്ര വീതാ കൊടുത്തത്? ബൈബിള് പിള്ളേരാരും ഗുണമെന്നില്ല അല്ലെ? കുഴപ്പമില്ല. ശരി, എത്ര താലന്ത് വീതാ? ഒരാൾക്ക് സമ്പത്ത് എന്ത് ചെയ്തു? ഒരാൾക്ക് 5, ഒരാൾക്ക് 2, ഒരാൾക്ക് 1. എന്തൊക്കെ എത്ര വീതം കൊടുത്തതെന്ന് പറഞ്ഞേ? 5, 2, 1. എല്ലാരും ചേർന്നെന്ന് പറഞ്ഞേ കേക്കട്ടെ. നമുക്കിതറിയാം അല്ലെ? ഞങ്ങൾ പ്രത്യേകിച്ച് പഠിപ്പിക്കാതെ വേണ്ടത് ഞങ്ങൾക്ക് അറിയാം. ശരി, എല്ലാവർക്കും അറിയാം. പക്ഷെ എന്റെ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഈ യജമാനൻ ഇങ്ങനെ വ്യത്യസ്തമായി കൊടുത്തത്? എല്ലാവർക്കും 5 തുല്യമായിട്ടാ കൊടുത്താൽ പോരായിരുന്നോ? വേണ്ട, 2 കൊടുത്ത് എല്ലാവർക്കും തുല്യമായി 2 കൊടുത്തു വിടായിരുന്നോ? ഓട്ടെ, ഒന്നെങ്കിലും അല്ലേ? ഒന്നാണെങ്കിൽ എല്ലാവർക്കും എന്തിനെങ്ങനെ വ്യത്യസ്തമായി കൊടുത്തത്? ചില സമയത്ത് നമ്മൾ അനേക പാട്ടുകൾ പാടുന്ന വ്യക്തികളാണ്. പ്രത്യേകിച്ച് നമ്മൾ ബ്രദറൻകാരെന്ന് പറയുന്ന വിശ്വാസികള് അല്ലെങ്കിൽ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ടവർ അനേകം പാട്ടുകൾ പാടുകയും പാട്ടുകാരെ കുറിച്ച് അറിവുള്ളവരൊക്കെയാണ്. അപ്പൊ ഇന്ന് തന്നെ നമ്മൾ അനേകം പാട്ടുകളെ കുറിച്ചും പാട്ടിന്റെ പശ്ചാത്തലങ്ങളെ കുറിച്ചും വ്യത്യസ്തമായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന പാട്ടുകളൊക്കെ നമ്മൾ കേൾക്കും. പലപ്പോഴും പാട്ടുകൾ കേൾക്കുമ്പോൾ പല ഭാഷകളിൽ പാട്ട് കേൾക്കുന്നവരാണ് നമ്മൾ. ഇംഗ്ലീഷിൽ പാട്ട് കേൾക്കും, ഹിന്ദിയിൽ പാട്ട് കേൾക്കും, മലയാളത്തിൽ കേൾക്കും, മറ്റു ഭാഷകളിലൊക്കെ നമ്മൾ കേൾക്കും. പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മലയാളത്തിൽ എഴുതിയതുപോലെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ വേറെ ഭാഷയിലൊന്നും ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു പക്ഷെ മറ്റു ഭാഷകൾ എനിക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടായിരിക്കാം, തമിഴുണ്ടായിരിക്കും, ശരിയാണ്. പക്ഷെ ഈ ചില സമയത്ത് മലയാളത്തിലെ ചില പ്രത്യേക പാട്ടുകൾ കേൾക്കുമ്പോൾ, പണ്ടത്തെ പാട്ടുകൾ കേൾക്കുമ്പോൾ അതെത്ര പാടിയാലും നമ്മുടെ മനസ്സിൽ നിന്ന് ആ പാട്ടുകൾ മായില്ല. അതെന്നും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് നമ്മൾ കാണാതെ പഠിച്ചില്ലെങ്കിലും ഓരോ ലൈൻ കഴിയുമ്പോൾ അടുത്ത ലൈൻ ഇങ്ങനെ മനസ്സിൽ തന്നെ വരികയാണ് ആ പാട്ടുകൾ. അത് അത്ര മനോഹരമായ പാട്ടുകൾ മലയാളത്തിൽ നമുക്ക് നൽകി തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള
ഒരു 1-2 പാട്ടുകൾ മാത്രം ഇവിടെ പാടണമെന്ന് ആഗ്രഹിക്കുകയാണ്. വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതായിരിക്കും. സ്വർഗസിംഹാസനം താതന്റെ മാർവതും ദൂതന്മാർ സേവയും വിട്ടൻ സ്വർഗസിംഹാസനം താതന്റെ മാർവതും ദൂതന്മാർ സേവയും വിട്ടൻ ദാസനെ പോലവൻ ജീവിച്ചു പാപിയൻ ശാപം ശിരസതിലെത്തിയിടുവാൻ. ദാസനെ പോലവൻ ജീവിച്ചു പാപിയൻ ശാപം ശിരസതിലെത്തിയിടുവാൻ. പ്രായം മുതൽ
Jesus Christ, the Savior of the world. So let us see our Jesus Christ in the New Testament books. In Matthew, he is the King of Jews. In Mark, he is the servant. In Luke, he is the Son of Man. In John, he is the Son of God. In Acts, he is the Savior of the world. In Romans, he is the righteousness of God. In 1 Corinthians, he is the rock of Israel. In 2 Corinthians, he is the triumphant one. In Galatians, he is the liberty. In Ephesians, he is the head of the church. In Philippians, he is the peace. In Colossians, he is the completeness. In 1 Thessalonians, he is the hope. In 2 Thessalonians, he is the glory. In 1 Timothy, he is the faith. In 2 Timothy, he is the stability. In Titus, he is the God and Savior. In Parliament, he is the benefactor. In Hebrews, he is your perfection. In James, he is the power behind your faith. In 1 Peter, he is your purity. In 2 Peter, in 1 Peter, he is your example. In 2 Peter, he is your purity. In 1 John, he is your guide. In 2 John, he is your pattern. In 3 John, he is your motivation. In Jude, he is the foundation of your faith. And in Revelation, he is the coming King. കർത്താവായ യേശുക്രിസ്തുവിനെ പുതിയ നിയമത്തിൽ വിവിധ പേരുകളിൽ ചിത്രീകരിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു പാട്ട് രൂപയിലാണ് ഞാൻ ഇന്ന് പാടാൻ പോകുന്നത്. കർത്താവായ യേശുവിന്റെ പ്രവൃത്തിയെ വർണ്ണിക്കുന്നു രാജകീയ സന്തതി എൻ്റെ ദൈവം വലിയവൻ. മർക്കോസിൽ യേശുവിന്റെ താഴ്ന്ന മുഖം കണ്ടു സൗമ്യനായവൻ എൻ്റെ ദൈവം വലിയവൻ. ലൂക്കോസിൽ അവനിത മനുഷ്യപുത്രൻ, യോഹന്നാനിൽ അവനിത ദൈവപുത്രൻ, അപ്പോസ്തല പ്രവൃത്തികളിൽ ജീവിക്കുന്നവൻ, റോമറിൽ നീതീകരിക്കുന്നവൻ. എൻ്റെ ദൈവം വലിയവൻ, എൻ്റെ ദൈവം വലിയവൻ. എൻ്റെ ലേഖനത്തിൽ എൻ്റെ അടിസ്ഥാനം അറിയുന്നവൻ, ഗ്രഹത്തിലെ
ശലോമോൻ അവന്റെ സഹോദരൻ, എബ്രായരിൽ വിശ്വാസനായകൻ, യാക്കോബ് സൗഖ്യദായകൻ, പത്രോസ് തേജസ്സിൽ വരുന്നവൻ, യോഹന്നാനിൽ അവനിക സ്നേഹമത്രേ, യൂദയിൽ എന്നെ നിർത്തുന്നവൻ, വെളിപാടിൽ അവൻ ആൽഫ ഒമേഗ, രാജാവിരാജാവ് കർത്താവികർത്താവ്, കുഞ്ഞാടേ നീ യോഗ്യൻ, യേശുവേ നീ വലിയവൻ, കുഞ്ഞാടേ നീ യോഗ്യൻ, യേശുവേ നീ വലിയവൻ, എന്റെ ദൈവം വലിയവൻ, എന്റെ ദൈവം വലിയവൻ, എന്റെ ദൈവം വലിയവൻ. ഉണ്ടാകട്ടെ. നമ്മുടെ സൺഡേ സ്കൂളിലെ കഴിഞ്ഞ വർഷത്തെ വാർഷികം 27/1/2019 കർത്തൃദാസൻ ശാമുവേൽ മാത്യുവിൻ്റെ അധ്യക്ഷതയിൽ അനുഗ്രഹമായി നടക്കുവാൻ ദൈവം കൃപ ചെയ്തു. രക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ദൂത് താൻ നൽകുവാനായിട്ട് ഇടയായി. നമ്മുടെ സൺഡേ സ്കൂളിൽ ഇപ്പോൾ 5 ഡിവിഷനുകളിലായി 16 കുട്ടികൾ ആണ് പഠിക്കുന്നത്. അധ്യാപകരായിട്ട് സഹോദരി ജെസ്സി, അതുപോലെ തന്നെ സഹോദരി രജനി, അതുപോലെ തന്നെ ബ്രദർ റോയി ശാമുവേൽ, ബ്രദർ പ്രിൻസൻ, അതുപോലെ ബ്രദർ ഷൺമുഖദാസ് എന്നിവർ ശുശ്രൂഷ ചെയ്യുന്നു. ഈ സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവമക്കൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. നാം മുമ്പ് കേട്ടതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ ആത്മീയരായിട്ട് വാർത്തെടുക്കുവാനായിട്ട് ഏറ്റവും ഉപകാരപ്രദമായിരിക്കുന്ന ഒന്നാണ് സൺഡേ സ്കൂൾ. നമ്മുടെ കുഞ്ഞുങ്ങളെയും അധ്യാപകരെ ഓർത്ത് തുറന്നും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടും.